വന്നിട്ട് ഇവളോട് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ, നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് അത് ഞാൻ വെറുതെ പറഞ്ഞതാ, അവരുടെ മുന്നിൽ ഒന്നും ഇട്ടുകൊടുക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ എന്ന് പറയുമ്പോ ഇവനത് ഫീൽ ആവുന്നു. ഇവന്റെ ഫേസ് അപ്പൊ മാറുമ്പോ റേച്ചല് നീ ഫീലൊന്നും ആവണ്ട, നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നമ്മൾ പരസ്പരം ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവര് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അവരുടെ ഒരു പുതിയ നിമിഷങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പൊ റേച്ചല് ഇവരുടെ ആ ഒരു റിസോർട്ടില് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് കപ്പിൾസിനെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആഡിനൊക്കെ ആയിട്ട് ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് നടത്താനായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. സോ അതിനായിട്ട് ഒരു വെഡിങ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം. അതിനായിട്ട് ഒരു വലിയ ഡിസൈനറെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇപ്പൊ ഇവള്. ഒരുപാട് സമയം ഇവൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് വൈകി അങ്ങോട്ട് എത്തുന്ന ആ ഡിസൈനർ മറ്റാരുമല്ല, ഈ നോവ തന്നെയാണ്. ഇവൾ അബ്രോഡ് പോയിട്ട് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് മറ്റൊരു പേരിലാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇവളെ അതിനെല്ലാം സഹായിച്ചത് മോയുടെ ആ ഒരു കസിൻ ആണ്. റേച്ചലും അവളെ കണ്ട് ഷോക്കായി നീയോ എന്ന് ചോദിച്ചിട്ട് എന്തേലും ആവട്ടെ എന്ന് കരുതി അവളെ ആ ഒരു വർക്ക് സ്പേസിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ ആ ഒരു സ്പേസ് കാണുമ്പോ ഇവൾക്ക് ഞാൻ ഇവിടെ ഇരുന്നാണോ ഡിസൈൻ ചെയ്യേണ്ടത്, ഇത് വളരെ ചെറിയ സ്പേസ് ആണല്ലോ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ റേച്ചലിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് അതൊക്കെ ഇവിടെ നിന്ന് ചെയ്താൽ മതി എന്ന് പറയുമ്പോ നോവ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് മോ ഫാമിലിയാണ്, ഞാൻ ഇവിടുന്ന് പോയാല് എല്ലാവരോടും നീ തന്നെ മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോ ഇവള് ഞാനിപ്പോ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ നോവ നീ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്ക, തൽക്കാലം ഇപ്പൊ പോയി കോഫി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം മോയും അങ്ങോട്ടേക്ക് വന്ന് ഇവളെ കണ്ട് അവസാനം നീ നിനക്ക് യോജിച്ച പണി തന്നെ കണ്ടെത്തിയല്ലേ, അതെന്തായാലും നന്നായി മോളെ, ഇനിയെങ്കിലും നേരെ ചൊവ്വെ ജീവിക്ക് എന്ന് പറഞ്ഞിട്ട് റേച്ചലിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ ഇവള് ആള് മാറിയിട്ടൊന്നുമില്ല, മറ്റെന്തൊക്കെയോ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. എന്നാൽ റേച്ചലിന് എന്തോ മോയെ കുറിച്ച് ആലോചിക്കുമ്പോ നല്ല പേടിയാവാണ്. അവനെ ആരോ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഇവൾക്ക് ഫീൽ ആവുന്നു. അതുകൊണ്ട് തന്നെ അവനോട് നീ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ നീ കൂടെ ഉള്ളപ്പോ എന്നെ ആരെന്ത് ചെയ്യാനാ എന്നാണ് അവന്റെ മറുപടി. അതിനുശേഷം നോവ റേച്ചല് പറഞ്ഞ ആ ഒരു വെഡിങ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ച് കാണിക്കുന്നു. പക്ഷെ അത് വാഹയ്ക്കാൻ കൊള്ളാത്ത ഒരു ഡ്രസ്സായിരുന്നു. അത് നോവയുടെ മുഖത്ത് നോക്കി തന്നെ റേച്ചൽ പറയുകയും ചെയ്യുന്നു. പക്ഷെ അവള് അപ്പോ ഒരു സാധാരണ അസിസ്റ്റന്റ് ആയ നീയാണോ എന്റെ ഡിസൈനെ വില കുറച്ച് കാണുന്നത് എന്ന് ചോദിച്ച് ഇവളെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ അതേസമയം തന്നെ മോയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് നോവയോട് നീ എന്റെ മരുമകൾക്ക് നേരെയാണോ കൈ ഉയർത്തുന്നത്, ഇങ്ങനെയാണോ നീ ഇവളോട് പെരുമാറുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ ആ ഒരു സേവനം ഇനി ഇവർക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. അതായത് ഇവളെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. അപ്പോ അത് കേട്ട് നോവ ഇവരുടെ കാലിൽ വന്ന് പിടിക്കുന്നുണ്ട്. എന്റെ ഡിസൈൻ തന്നെ നിങ്ങൾ ഇടണം, എനിക്ക് അതിന്റെ പേര് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അമ്മ കേൾക്കുന്നില്ല. എന്റെ മരുമകൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഫയർ ചെയ്യുന്നു. അവള് വലിയ കാര്യത്തിലെ ഷോ കാണിച്ചത് മോ ഫാമിലി അവളെ എടുത്തോണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ. പക്ഷെ അതേ ഫാമിലി തന്നെ ഇപ്പോ ഇവളെ വേണ്ട എന്ന് പറയുന്നു. എന്നിട്ട് അമ്മ റേച്ചലിനോട് നീ വിഷമിക്കേണ്ട മോളെ, മോ നിനക്ക് വേണ്ടി യുഎസിൽ നിന്ന് പ്രോഗ്രാമിന് വേണ്ട ഡ്രസ്സ് വരുത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. അവളെ അത്രയും മനസ്സിലാക്കുന്ന ഒരമ്മയും അതേപോലെ തന്നെ ഹസ്ബൻഡും. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തില് അവർക്കുള്ള വെള്ളമൊക്കെ ആയിട്ടാണ് ഇവള് ഓഫീസിലേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അമ്മയും മോയും സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പോ അമ്മ മോയോട് എടാ നിനക്ക് റേച്ചലിനെ പറ്റി എന്താ അഭിപ്രായം, അവള് നല്ലൊരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ എടുത്ത വായിലെ ഒരു ഫ്രീ എംപ്ലോയി എന്ന് പറയുന്നു. അത് കേട്ടോണ്ട് വരുന്ന ഇവളുടെ ഹൃദയം തകർന്നു പോവാണ്. അവനെ കുറിച്ച് ഇപ്പോഴാണ് ഇവൾക്ക് നല്ലൊരു മതിപ്പ് തോന്നാൻ തുടങ്ങിയത്. പക്ഷെ അതിപ്പോ താറുമാറായിരിക്കാണ്. അവന്റെ മനസ്സിൽ തന്നെ കുറിച്ച് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എന്നറിഞ്ഞപ്പോ ഇവള് വല്ലാണ്ട് ഫീൽ ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അതിനുശേഷമാണ് ഇവിടെ ഇവൻ ബാക്കി പറയുന്നത്. അവളെന്റെ ഫ്രീ ആയിട്ടുള്ള എംപ്ലോയി ആണ്, പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവള് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവളെ പോലൊരു പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്നിങ്ങനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കേൾക്കാൻ റേച്ചൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് നല്ല ഫീൽ ആയിട്ട് ഇപ്പൊ വളരെ സങ്കടത്തിലാണുള്ളത്. എന്നാൽ അപ്പോഴേക്കും മോ ഇവളെ വിളിച്ചിട്ട് നാളെ തന്നെ നമുക്ക് വെഡിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് നടത്തണം, നീ എന്തായാലും അങ്ങോട്ട് എത്തണം എന്ന് പറയുമ്പോൾ ഇവളും മനസ്സില്ലാ മനസ്സോടെ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് മോ ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് റേച്ചലിന്. അതായത് റേച്ചലിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കാണ്. അപ്പോഴേക്കും ഇവൻ സെറ്റാക്കി വെച്ചിരുന്ന ആ ഒരു വെഡിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പെണ്ണ് അങ്ങോട്ട് പോകുന്നത് കണ്ട് ഇവൻ വിചാരിക്കുന്നത് അത് റേച്ചലാണ് എന്നാണ്. പക്ഷെ അത് നോവയായിരുന്നു. അതുകൊണ്ട് തന്നെ മോ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലുന്ന സമയത്ത് ഇവള് പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പ്രേ എടുത്ത് അവന്റെ മുഖത്തേക്ക് അടിക്കുന്നു. അവൻ പെട്ടെന്ന് തന്നെ ബോധം പോയി ഇവളുടെ തോളിലോട്ട് വീഴുന്നു. അപ്പോ ഇവിടെ റിപ്പോർട്ടേഴ്സ് ഒക്കെ
മാഡം നിങ്ങൾ വെഡിങ് ഡ്രസ്സിൽ എത്തുന്നല്ലേ പറഞ്ഞത്, ഡ്രസ്സ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് മുന്നേ തന്നെ അവളുടെ അനിയത്തി ആ ഒരു ഡ്രസ്സ് മോഷ്ടിച്ച കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ അവരോട് അതെന്റെ അനിയത്തി ഇട്ടുകൊണ്ട് വരുമെന്ന് പറയുന്നു. അപ്പോഴേക്കും നോവയും ചേച്ചി ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞിട്ട് മോയെയും തോളിൽ കിടത്തിക്കൊണ്ട് വരുന്നു. പക്ഷെ അത് കാണുന്ന സമയത്ത് മീഡിയാസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, അവരെല്ലാവരും മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു ഇവരെ രണ്ടുപേരെയും പറ്റി. നോവ അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത്. സോ ഇവള് നേരെ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചും ഞാനും മോയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന കാര്യം അനൗൺസ് ചെയ്യുന്നു. പക്ഷെ റൈച്ചല് അത് നീയല്ലല്ലോ പറയേണ്ടത്, മോയല്ലേ. മോയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഇവനെ നീ ചീറ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോ നോവ നീ ഒരു സാധാരണ അസിസ്റ്റന്റ് മാത്രമല്ലേ, മോ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും മോ അവിടെ അഭിനയിച്ചു കിടക്കായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ മയങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു മരുന്ന് ഓൾറെഡി തന്നെ റൈച്ചല് മാറ്റിയിട്ടുണ്ടായിരുന്നു. പച്ചവെള്ളമായിരുന്നു നോവയുടെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മോ മയങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ നോവയോട് നീ ഇനി എന്റെ വൈഫിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ചു തള്ളുന്നു. എന്നിട്ട് റൈച്ചലിനോട് എനിക്ക് എപ്പോഴും നിന്നെ തന്നെയായിരുന്നു ഇഷ്ടം, ഇവളെ പറയുന്നൊന്നും വിശ്വസിക്കരുത്, ഞാൻ ഇവളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോകുന്നുണ്ടെങ്കിലും റൈച്ചൽ അവനോട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഇവൻ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അവള് നിൽക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് ഈ നോവ പണി പാളി എന്ന് മനസ്സിലാക്കി നൈസിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അവളാണ് എന്നാണല്ലോ മോ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ പിടിച്ചു വെച്ച് നല്ലത് അവന്റെ ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കുന്നു. എന്നിട്ട് അവള് മോഷ്ടിച്ച ആ ഒരു ഡ്രസ്സും അവളുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുന്നു. അതിനുശേഷം ഇപ്പൊ ഇവിടെ വീട്ടില് റൈച്ചല് അവളുടെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങാണ്. അപ്പൊ മോ അവളോട് വന്ന് ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക, ഞാനും അവളായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോ ഇവള് അത് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയാം. പക്ഷേ ഞാൻ ഇവിടെ ഒരു ഫ്രീ എംപ്ലോയി ആയിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കതിന് ഒരു താല്പര്യമില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾ വെച്ചിട്ട് റിസോർട്ടിന്റെ പേര് ഡാമേജ് ആയിട്ടുണ്ട്, അത് മാറ്റിയെടുക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് വെച്ച് റിസോർട്ടിന്റെ പഴയ പേര് തിരിച്ചു കൊണ്ടുവരാം, അതിനുശേഷം നമുക്ക് ഡിവോഴ്സ് ആവാം. ഇപ്പൊ ആ കാര്യങ്ങളൊന്നും വെളിയിൽ ആരെയും അറിയിക്കണ്ട എന്ന് പറയുമ്പോൾ ഇവൻ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. പക്ഷെ ഇവൾക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ തല്ലുന്നു. എന്നിട്ട് അവനോട് എനിക്കിവിടെ നിന്റെ ഫ്രീ എംപ്ലോയി ആയിട്ട് നിൽക്കാൻ ഒരു താല്പര്യമില്ല എന്ന് വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഇവന് കാര്യം മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവള് ഇനി ഞാൻ ഒരിക്കലും നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല, നിന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല, എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കാർഡും കാറും അവന്റെ അമ്മ ഇവൾക്ക് കൊടുത്തതും എല്ലാ കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവനും അതൊക്കെ കണ്ട് ഭയങ്കര ദേഷ്യമായിരിക്കാണ്, കാര്യവും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ റൈച്ചല് പറഞ്ഞിട്ട് നിൽക്കാതെയാണല്ലോ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ നേരെ ബാറിൽ വന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ അവിടെ വെച്ച് ഒരു പെണ്ണ് ഇവന്റെ അടുത്തേക്ക് ക്ലോസ് ആവാനായിട്ട് ചെല്ലുന്നു. അവളെ കാണുമ്പോൾ ഇവനും ഫിറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ റൈച്ചലിനെ പോലെ തോന്നുന്നുണ്ട്. എന്നാൽ അവനെ ആ ഒരു സമയത്ത് കിസ് ചെയ്യാനായിട്ട് വരുമ്പോ പെട്ടെന്ന് ഇവൻ അവളെ തട്ടിക്കളഞ്ഞിട്ട് റൈച്ചല് പറഞ്ഞ കാര്യം ഇപ്പോഴാണ് അവന്റെ തലയിലോട്ട് കയറുന്നത്. ആ ഒരു ഫ്രീ എംപ്ലോയി എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവള് അമ്മയോട് സംസാരിച്ചതിന്റെ പകുതി മാത്രമാണ് കേട്ടതെന്ന് ഇവന് മനസ്സിലാവുന്നു. എല്ലാം ഒരു തെറ്റിദ്ധാരണയാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൻ അവളെ കാണാനായിട്ട് ഇറങ്ങി ഓടുന്നു. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു പെണ്ണിനെയും സെറ്റ് ചെയ്തത്. ഇയാളെ ടാർഗറ്റ് ചെയ്യുന്നത് മോയാണ്. അപ്പൊ ഇവിടെ ഇവള് മനസ്സിൽ നല്ല സങ്കടമുള്ളത് കൊണ്ട് തന്നെ വെള്ളം അടിച്ച് മോയെ നല്ല തെറിയും വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എങ്കിലും അവൻ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ എന്നാലോചിച്ച് ഫീൽ ആവുന്നു. അപ്പോഴേക്കും ഇവളുടെ അടുത്തേക്ക് മോ വന്നിട്ട് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല സംസാരിച്ചത്, നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അത്രയും ഭാഗ്യം ചെയ്യണം, നീ അത്രയും ടാലന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇവളെ വിചാരിക്കുന്നത് ഇവള് ഓവർ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ മോ ഇവളുടെ അടുത്തുള്ളതായിട്ട് ഇവൾക്ക് തോന്നുന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മോ അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ അന്ന് നൈറ്റും അവര് ഒരുമിച്ചാണ് ചെലവിടുന്നത്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇവൾക്ക് ശരിക്കും ബോധം വീഴുന്നത്. ഉടനെ തന്നെ ഇവനോട് ഡിവോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ മോ അവളോട് ഞാൻ ഒരിക്കലും നിന്നോടൊപ്പം ഇങ്ങനെ ഒരു എൻഡിങ് അല്ല ആഗ്രഹിക്കുന്നത്, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന്, പക്ഷെ ഞാനത് തിരുത്താൻ തയ്യാറാണ്, എല്ലാം ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നിനക്ക് എന്നോട് ഇഷ്ടം തോന്നാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ ഇവളത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവളുടെ അടുത്തേക്ക് ഇവളുടെ സ്റ്റെപ്പ് മദർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. കാരണം മോ നോവയുടെ പേർക്ക് കേസ് കൊടുത്ത് അവളിപ്പോ പോലീസ് സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ജാമ്യം പോലും കിട്ടുന്നില്ല. സോ മോയോട് പറഞ്ഞ് ആ ഒരു കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ടാണ് ഇവളുടെ അടുത്ത് വന്ന് കെഞ്ചുന്നത്. പക്ഷെ റൈച്ചൽ അവരോട് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവര് മോളെ നിന്റെ അച്ഛൻ അറിഞ്ഞാല് ഇത് താങ്ങില്ല, അദ്ദേഹത്തിന് വയ്യാതിരിക്കല്ലേ, ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് അവർക്ക് നല്ലത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു മകള് ഇല്ലാതിരിക്കുന്നത് നല്ലത്, അവൾക്ക് ഞാൻ ഒരുപാട് വാണിംഗ് കൊടുത്തതാ, എന്തായാലും അവളെ കുറച്ചു കാലം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നട്ടെ, ആരും അവളെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാൻ പോകുന്നില്ല, പിന്നെ എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ എന്റെ മകളുടെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഇനി നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പോണമെങ്കിൽ പോവാം,
അതിനുള്ള ചെലവ് എത്രയായാലും ഞാൻ തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അവര് മറുപടി ഒന്നും പറയുന്നില്ല, അവിടെ കിടന്ന് കരയുന്നു. അങ്ങനെ അതിനുശേഷം റേച്ചല് മോയുടെ കമ്പനിയിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് അകത്തോട്ട് പോയി അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി കാരണം അവളെ പുറത്ത് തന്നെ നിൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ അടുത്തേക്ക് ലീ വന്നിട്ട് ഇവൾക്കൊരു ബൊക്കെയൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവളോട് ഞാൻ വലിയൊരു തെറ്റ് തന്നെയാ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് ലൈവ് പോകുന്നു. കാരണം നേരത്തെ മോയും ഇവനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മോയാണ് ഇപ്പോ ആ ഒരു ബെറ്റില് വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനിപ്പോ ലൈവില് വന്ന് ഇവനൊരു കഴുതയാണ്, മൊണ്ണയാണ്, പെൺകോന്തയാണ്, അങ്ങനെ ഒരുപാട് അവനെ കുറിച്ച് മോശം പറഞ്ഞിട്ട് പക്ഷേ ഞാനൊരു തെറ്റ് ചെയ്തു, എന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ അവന് വിട്ടുകൊടുത്തു. പക്ഷെ ഇനി അത് ആവർത്തിക്കില്ല, എനിക്ക് അവളെ തിരിച്ചു വേണം, അതിനുവേണ്ടി ഞാൻ ഇന്ന് മുതൽ പരിശ്രമിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇവള് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാൻ ഓൾറെഡി മാരീഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നില്ല. അപ്പോ മോയും ആ ഒരു ലൈവ് ഒക്കെ അവിടുത്തെ സ്റ്റാഫിന്റെ ഫോണിൽ കാണുമ്പോൾ ലീയുടെ കൂടെയുള്ളത് റേച്ചൽ ആണെന്ന് ഇവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഇവൻ താഴേക്ക് ഓടിച്ചെല്ലുന്നു. ഇവള് ലീക്ക് നല്ലത് കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ വായി വരുന്നത് വിളിച്ചു പറയാണ് ലൈവില്. എന്നാൽ അപ്പോഴേക്കും മോ അങ്ങോട്ടേക്ക് വന്ന് ഇവള് എന്റെ വൈഫാണ്, എന്റേത് മാത്രം എന്ന് പറഞ്ഞിട്ട് അവന് നല്ലത് കൊടുത്തിട്ട് ലൈവില് വന്ന് എല്ലാവരോടും ഈ വൃത്തികെട്ടവന് ഒന്നും രണ്ടും ഭാര്യമാരൊന്നുമല്ല 325 ഭാര്യമാരുണ്ട്, അപ്പൊ പിന്നെ ഞാൻ ഈ കൊടുത്തതിൽ തരക്കേടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം അവൻ ഇവളെയും കൂട്ടി ഓഫീസിലേക്ക് വരുന്നു. എന്നിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് ചായ കൊടുക്കുന്നു. അതേപോലെ തന്നെ വളരെ കെയറോട് കൂടിയാണ് ഇപ്പോ റേച്ചലിനെ അവൻ നോക്കുന്നത്. എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ ക്ലബിലേക്ക് പോകുന്നു. അവിടെ അവന്റെ ഫ്രണ്ട്സും ഉണ്ട്. അവര് ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് കണ്ട് മോയോട് എടാ നീ എന്തിനാ നിന്റെ വൈഫിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അവരോട് വാ അടച്ച് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നു. പക്ഷെ ഇപ്പോ റേച്ചല് ഇവരോടൊക്കെ പഴയതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്, വളരെ നോർമലായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്. അതിനുശേഷം ഇവള് ബാത്റൂമിൽ പോയിട്ട് മേക്കപ്പ് ഒക്കെ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ലീ അവിടേക്ക് കയറി വരുന്നു. അത് ലേഡീസിന്റെ ബാത്റൂം ആണ്, പക്ഷെ അവൻ അങ്ങോട്ട് കയറി വരുന്നു. നേരത്തെ മോ ഒരു ലൈവ് കൊടുത്തിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവന്റെ ഇമേജ് ഫുള്ള് ഇപ്പൊ തകർന്നിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ കമ്പനി ലോസ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇവനെ അടിച്ചു പുറത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവളോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. പക്ഷെ റേച്ചൽ ആരാ മോള്, ഇവൾക്ക് ഒന്നാമത് ഇവനെ കണ്ടുകൂടാ. ഇപ്പൊ ഇവനിങ്ങനെ പെരുമാറുന്നതും കൂടി ആവുമ്പോ മുന്നേ ഉള്ള എല്ലാ ദേഷ്യവും കൂടെ വെച്ച് ഇവന് നല്ലത് കൊടുക്കുന്നു. അപ്പോ ഇവിടെ മോ അവന്റെ ഫ്രണ്ട്സിന്റെ വായിന്ന് ഇവിടെ കുറച്ചു മുന്നേ ലീ ഡ്രിങ്ക്സ് കഴിക്കാൻ വന്ന കാര്യം അറിയുന്നു. അപ്പോ അത് കേൾക്കുമ്പോ മാത്രമല്ല റേച്ചല് പോയിട്ട് ഒരുപാട് സമയമായി കാണാത്തത് കൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് പേടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച റേച്ചല് ലീയെ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കാണ്. ചുറ്റിനുള്ള ആളുകളെല്ലാം അത് വീഡിയോ എടുക്കുന്നു. അപ്പോ മോയും ഉടനെ തന്നെ അവന്റെ ഫോൺ എടുത്ത് എന്റെ വൈഫ് ഒരു സംഭവം തന്നെയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനും അത് ഫോട്ടോ എടുത്ത് വെക്കുന്നു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ബേബി നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോ അവളും കരഞ്ഞുകൊണ്ട് ഇവനെ തല്ലി എന്റെ കൈ പോയി, എന്റെ ബാഗ് നശിച്ചു എന്ന് പറയുമ്പോ ഇവൻ ഞാൻ നിനക്ക് പുതിയ ബാഗ് വാങ്ങി തരാം മോളെ എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. മോയുടെ ഫ്രണ്ട്സ് തന്നെ ലീക്ക് വേണ്ടത് ബാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവൻ ആ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഇവൾ അവനെ വിടുന്നില്ല. അവളോടൊപ്പം സ്റ്റേ ചെയ്യാനായിട്ട് മോയോട് പറയുന്നു. അപ്പോ മോ അവളോട് നീ ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ ഒന്നിനുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവള് വിടാതെ ഇവനെ കിസ് ചെയ്യുന്നു. അങ്ങനെ അന്ന് നൈറ്റ് അവര് ഒരുമിച്ച് ചെലവിടുന്നു. അതിനുശേഷം പിറ്റേന്ന് മോ വളരെ പേടിച്ചാണ് എഴുന്നേൽക്കുന്നത്. കാരണം എഴുന്നേറ്റ ഉടനെ ഇവള് ഡിവോഴ്സ് ചോദിക്കാറാണല്ലോ പതിവ്. അപ്പോ റേച്ചല് ഇവൻ പേടിച്ചിരിക്കുന്നത് കണ്ട് നീ പേടിക്കണ്ട, ഞാൻ ഡിവോഴ്സ് ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അന്ന് മുടങ്ങിപ്പോയ ആ ഒരു ഫോട്ടോഷൂട്ട് വീണ്ടും നടത്താം എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇപ്പോ ആ ഒരു കപ്പിൾ ഷൂട്ടിനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ആ ഒരു ആഡിനായിട്ട് ഒരുപാട് പോസ്റ്ററിലൊക്കെ ഫോട്ടോ എടുക്കുന്നു. എന്നാൽ അപ്പോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഇയാള് അറിയാണ്. ഇയാള് മറ്റാരുമല്ല മോയുടെ ഒരു കസിൻ തന്നെയാണ്. അവന്റെ ഒരു വളർച്ച ഇയാൾക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാള് മുന്നേ ഒരുപാട് പ്ലാൻ ചെയ്തതാണല്ലോ അവനെ നശിപ്പിച്ച് അവനെ ഒന്നും അല്ലാതാക്കി തീർക്കാൻ. അങ്ങനെ ഇവര് അന്ന് നൈറ്റ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു റിസോർട്ടിന്റെ കാര്യങ്ങളാണ് ഇവരെ സംസാരിക്കുന്നത്. വേറെ ആരെ കൊണ്ടും എന്റെ റിസോർട്ടിന് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല, പക്ഷെ എന്റെ കസിൻ അവൻ അതിന് തടസ്സം നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് റേച്ചലിനോട് മോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഇവരുടെ കാറിലോട്ട് മറ്റൊരു വണ്ടി വന്ന് ഇടിക്കുന്നു. ഒരു വലിയ ആക്സിഡന്റ് തന്നെ നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ അതിൽ പരിക്ക് പറ്റുന്നത് മോയ്ക്ക് തന്നെയാണ്. ആ ഒരു ആക്സിഡന്റിന് നേതൃത്വം കൊടുത്തത് മോയുടെ കസിനായിട്ടുള്ള മൂ തന്നെയാണ്. അയാളെ വിളിച്ച് ഈ ഡ്രൈവർ എല്ലാം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ റേച്ചല് അവൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മോയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. വിവരം അറിഞ്ഞ് മോയുടെ അമ്മയും അങ്ങോട്ട് എത്തുന്നു.
അപ്പൊ ഇവൾ അമ്മയോട് ഇത് ജസ്റ്റ് ഒരു ആക്സിഡന്റ് അല്ല, മനഃപൂർവ്വം ആരോ കരുതി കൂടി ചെയ്തതാണ്, ആരായാലും ഞാൻ കണ്ടെത്തും എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇവരുടെ അടുത്തേക്ക് വന്ന് മോ അപകട നില തരണം ചെയ്തു, പക്ഷെ അവൻ കോമയിലേക്ക് പോയിരിക്കാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അത് ഇവർക്ക് രണ്ടുപേർക്കും താങ്ങാനാവുന്നില്ല. റേച്ചല് അകത്ത് കയറി അവനെ കാണുന്ന സമയത്ത് അവൻ വളരെ സൈലന്റ് ആയിട്ട് കിടക്കാണ്. അത് കണ്ട് ഇവള് നീ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്ക്, നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ഒട്ടും നിനക്ക് ചേരുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും മിയ അങ്ങോട്ടേക്ക് വരുന്നു. ഇവരുടെ ഒരു ദുഃഖത്തിൽ പങ്കുചേരാനായിട്ടാണ് എത്തിയത് എന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷെ റേച്ചലിനും മനസ്സിലാവുന്നുണ്ട് അവളത് കണ്ട് സന്തോഷിക്കാനായിട്ടാണ് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുമ്പോ മിയ ഇവൻ ഇങ്ങനെ കിടക്കുമ്പോഴും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ, എന്തായാലും ഇവൻ ഈ കിടപ്പ് അവസാനം വരെ കിടക്കും, നിന്നെ മോ ഫാമിലിന്ന് ഉടനെ തന്നെ പുറത്താക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ദേഷ്യം ഒന്ന് റേച്ചൽ അത് കേട്ട് ഇവൾ കൊരണം പൊട്ടിക്കുന്നു. പക്ഷെ അവള് അപ്പോഴും അടങ്ങുന്നില്ല. പക്ഷെ അതൊക്കെ കേട്ടുകൊണ്ട് മോയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. അവർക്കും ഇവളുടെ സംസാരം ഒട്ടും പിടിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നല്ലത് കൊടുത്തിട്ട് മോ ഫാമിലിക്ക് ഇവളുടെ കമ്പനിയായിട്ടുണ്ടായിരുന്ന കോൺട്രാക്ട് എല്ലാം തന്നെ ക്യാൻസലാക്കി ഇവൾക്ക് വലിയൊരു പണി തന്നെ കൊടുക്കുന്നു. അങ്ങനെ ഇവളും ആ ഒരു വലിയ പണിയും വാങ്ങിച്ചിറങ്ങി. വലിയ കാര്യത്തില് മോയുടെ കസിനെ ഹെൽപ്പിനായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അയാള് ഇവളെ കൈയൊഴിയുന്നു. അങ്ങനെ അതിനുശേഷം കുറച്ചു ദിവസങ്ങളായിട്ട് മോ എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണല്ലോ ഇവരുടെ കമ്പനി ഇപ്പോ കാണുന്ന ഒരു നല്ല നിലയിലോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവര് ആ ഒരു കമ്പനി തിരിഞ്ഞു നോക്കാതിരുന്നാല് വീണ്ടും അത് പഴയ അവസ്ഥയിലോട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ റേച്ചൽ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കമ്പനിയിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ അവൾ അവിടേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച മോയുടെ ഓഫീസിൽ നിന്ന് അവന്റെ സാധനങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മോയുടെ ചെയറിൽ ഇരിക്കുന്നതും ഇയാളാണ്. അപ്പോ അത് കണ്ട് റേച്ചല് ഇവൾക്കറിയാം ഇത് മോയുടെ കസിൻ ആണെന്ന്. അപ്പോ അയാളോട് നിങ്ങൾ എന്തിനാ ചെയർമാനെ ചെയറിലിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇയാള് എന്നെ മുത്തശ്ശനാണ് ഈ കമ്പനി ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞയച്ചത് എന്ന് പറയുന്നു. അപ്പൊ റേച്ചല് സഹായിക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ ചെയർമാൻ ആവാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ചെയർമാന്റെ വൈഫായിട്ടുള്ള ഞാനുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല, ദയവായി പോണം എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയക്കുന്നു. അപ്പൊ അയാളെ ഇവളോട് എന്റെ അനിയന്റെ മാറ്റത്തിന്റെ പിന്നില് അപ്പൊ ഇങ്ങനൊരു പെൺകുട്ടി ആയിരുന്നല്ലേ, അതെന്തായാലും കൊള്ളാം, ശരി നമുക്ക് ഇനി എന്തായാലും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് അയാള് പോകുന്നത്. അയാൾക്ക് സ്വന്തമായിട്ട് മറ്റൊരു കമ്പനി ഉണ്ടെങ്കിൽ പോലും മോയുടെ കമ്പനി തട്ടിയെടുക്കാൻ ഇയാൾക്ക് പ്രത്യേക ഒരു താല്പര്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ മോയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവനൊരു ഡോക്ടറാണ്. അവനിപ്പോ ഇവനെ ചെക്ക് ചെയ്തിട്ട് എടാ നീ എഴുന്നേറ്റേ, നീ വെറുതെ അഭിനയിക്കല്ലേ എന്ന് പറയുമ്പോ മോ ചാടി എഴുന്നേൽക്കുന്നു. സത്യത്തിൽ അവനിപ്പോ കോമ എന്ന് പൂർണ്ണമായിട്ടും റിക്കവർ ആയിരിക്കാണ്. അപ്പോ ഫ്രണ്ട് ഈ ഒരു കാര്യം നിന്റെ വൈഫിനെ അമ്മയെ അറിയിക്കട്ടെ, അവര് ഹാപ്പി ആവും എന്ന് പറയുമ്പോ മോ അത് വേണ്ട, അവരെ അറിയിച്ചു കഴിഞ്ഞാല് ഇതെന്തായാലും മറ്റുള്ളവർ പറയും, എന്നെ അപകടപ്പെടുത്താൻ ആരോ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഞാൻ എഴുന്നേറ്റെന്ന് അറിഞ്ഞാല് അയാൾ വീണ്ടും പണി തുടങ്ങും, അതെന്റെ ഫാമിലിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ അവരോട് പറയണ്ട എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോ ഇവന്റെ അടുത്തേക്ക് തിരിച്ച് ഓഫീസിൽ നിന്ന് വന്നിട്ട് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അയാൾ എന്തിനാ നമ്മുടെ ഓഫീസിലോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവളുടെ മുന്നിൽ വളരെ സൈലന്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ പോലും സൈഡിൽ നമുക്ക് ഇവന്റെ മനസ്സറിയാൻ സാധിക്കും. അപ്പോ മോ അവൻ ഞാനൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു, അവനെ ഞാൻ ഇത്തരക്കാരനാക്കിയല്ല വെച്ചിരുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം ഇവൻ അവളെ വൈപ്പൊക്കെ ചെയ്തിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഇവനിപ്പോ ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവള് പോകുന്നത് വരെ അവൻ വളരെ കൺട്രോൾ ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോഴാണ് അവൻ ശ്വാസം നേരെ വിടുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ഓഫീസില് മോയുടെയും റേച്ചലിന്റെയും ഒരു ഡ്രീം പ്രോജക്റ്റ് ആണല്ലോ അവരുടെ ആ ഒരു റിസോർട്ട്. അത് കപ്പിൾസിന് വേണ്ടിയിട്ടായിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്തതും. പക്ഷെ ഇപ്പോ ഇയാള് ആ ഒരു റിസോർട്ട് വേറൊരു രീതിയിലൂടെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് റേച്ചലിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളോട് ഇത് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ ആക്കിക്കോ, നിങ്ങൾ അതിന്റെ പേര് മാറ്റാനോ കാര്യങ്ങൾ തീരുമാനിക്കാനോ നിൽക്കണ്ട, നിങ്ങൾക്കതിന് യാതൊരുവിധ അധികാരവും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം അന്നത്തെ ജോലിക്ക് കഴിഞ്ഞ് ഇവള് വീട്ടിലേക്ക് പോവാൻ തുടങ്ങുമ്പോ ഇയാള് ഇവളുടെ അടുത്തോട്ട് വന്ന് ഞാനും മോയെ കാണാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്, എനിക്കൊരു ലിഫ്റ്റ് തരാമോ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾക്ക് നിങ്ങളുടെ കാറില്ലേ, ഇതിലൊന്നും വരാൻ പറ്റില്ല, നിങ്ങൾ അതിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നു. പക്ഷെ ഇയാള് മോ നിന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഉടനെ തന്നെ കൈക്കലാക്കും എന്ന് പറയുന്നു. അതായത് ഇയാൾക്ക് മോയുടെ തിങ്സിനോടൊക്കെ പ്രത്യേക താല്പര്യമാണല്ലോ. സോ ആ ഒരു താല്പര്യം ഇപ്പോ മോയുടെ വൈഫ് ആയതുകൊണ്ട് തന്നെ റേച്ചലിനോടുമുണ്ട്. അങ്ങനെ റേച്ചല് തിരിച്ച് വീട്ടിൽ വന്ന് ഇവനോട് അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ആദ്യം കമ്പനി ഇപ്പൊ വീട്, അയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ഇയാള് അങ്ങോട്ട് എത്തുന്നു. മോ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അല്ലേ, എന്ത് കഷ്ട എന്ന് പറയുമ്പോ റേച്ചല് അതെന്തായാലും അവൻ എഴുന്നേറ്റോളും, പക്ഷെ നിങ്ങൾക്ക് ഇവനിങ്ങനെ കിടക്കുന്നത് വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊരു കോള് വരുന്നത് കൊണ്ട് തന്നെ അത് സംസാരിക്കാനായിട്ട് അവള് പുറത്തേക്ക് പോകുന്നു. അപ്പോ ഇയാള് നേരെ മോയുടെ അടുത്തേക്ക് വന്ന് അതെ
എനിക്ക് നീ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഒരുപാട് സന്തോഷം തന്നെയാണ്. ചെറുപ്പം മുതൽ നിനക്കല്ലേ എല്ലാം കിട്ടിയിട്ടുള്ളത്, മുത്തശ്ശന്റെ സ്നേഹം, പാരന്റ്സിന്റെ സ്നേഹം, ഇപ്പോഴത്തെ സുന്ദരിയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു വൈഫും. എന്തായാലും നിന്റെ കമ്പനിയും നിന്റെ വൈഫും നിന്റെ പ്രോപ്പർട്ടീസും എല്ലാം ഞാൻ ഉടൻ കയ്യിലാക്കും. അതെന്തായാലും എന്റെ കൈകളിൽ തന്നെ എത്തിച്ചേരും എന്ന് പറയുമ്പോ ഇവര് സംസാരിക്കുന്നതെല്ലാം തന്നെ ഇവന് കേൾക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ മനസ്സ് ഇവിടെ കിടന്ന് താണ്ഡവാടുകയാണ്. അതൊക്കെ കേട്ടിട്ട് പ്രത്യേകിച്ച് അയാൾ റേച്ചലിനെ കുറിച്ച് പറഞ്ഞ കാര്യം. അപ്പോഴേക്കും റേച്ചൽ തിരിച്ചെത്തി ഇയാളോട് മതി കണ്ടത്, നിങ്ങളിപ്പോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അങ്ങനെ അതിനുശേഷം അന്ന് നൈറ്റ് റേച്ചല് മോ അടുത്തുണ്ടായിട്ടും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനെ കിസ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഇവന് അത് കൺട്രോൾ ചെയ്യാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളോട് ഞാൻ എഴുന്നേറ്റു റേച്ചൽ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് ഇവള് ഫുൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഞാൻ നീ ഒരിക്കലും എഴുന്നേൽക്കില്ലെന്നാ വിചാരിച്ചത്, ഇത്രയും നാളെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര കരച്ചിലാണ്. മോയും അവളെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് റേച്ചലിന് ഇവൻ ഇപ്പോഴല്ല ഇതിന് മുന്നേ തന്നെ കോമയിൽ നിന്ന് എഴുന്നേറ്റെന്ന് മനസ്സിലാവുന്നത്. അതിന്റേതായ അസ്വസ്ഥതകളും കാര്യങ്ങളും ഒന്നും തന്നെ അവനില്ല, അവൻ ഓക്കെ ആയിട്ടാണുള്ളത്. സോ അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നത്. ഇവനോട് ചോദിക്കുമ്പോൾ അവന് കള്ളത്തരം മറച്ചു വെക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അവന്റെ കള്ളക്കളി ഇവളെ കയ്യോടെ പിടികൂടുന്നു. അങ്ങനെ ഇത്രയും നാളും ഇവരെ തീ തീറ്റിച്ചത് കൊണ്ട് തന്നെ ഇവര് തമ്മിൽ നല്ല കച്ചറാവുകയാണ്. അവിടുത്തെ ബഹളം അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. മോ എഴുന്നേറ്റത് കാണുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാവുന്നു. പക്ഷെ റേച്ചല് അമ്മയോട് അമ്മേ ഇവൻ ഇതിന് മുന്നേ തന്നെ എഴുന്നേറ്റതാ, പക്ഷെ നമ്മളെ അറിയിക്കാണ്ട് ഒളിച്ചു വെച്ചേക്കായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മയും അവനോട് അതിനെ പറ്റി തിരക്കുന്നു. അപ്പൊ മോ ഇവരോട് അമ്മയ്ക്കും റേച്ചലിനും ഒന്നും സംഭവിക്കരുത് എന്ന് കരുതിയാണ് ഞാനത് മറച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ അമ്മ അവനോട് നീ അതിനെ പറ്റി ഓർത്തൊന്നും പേടിക്കണ്ട, എന്തായാലും ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ റേച്ചല് മോയോട് നിന്നെ അപായപ്പെടുത്തിയവരെ ഇതുവരെ കണ്ടെത്താൻ എനിക്ക് ആയില്ല, ആ ഡ്രൈവർ ഒളിവിലാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ പ്രവർത്തിച്ചവരെ കൊണ്ടുവരാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളോട് അതിനെ പറ്റി പറയുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇയാൾ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് റേച്ചൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇയാളിപ്പോ അവളുടെ പിറകെ ആണല്ലോ. സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ ഇന്ന് അവള് ലീവാണ്, മിസ്റ്റർ മോയെയും കൂട്ടി അവരുടെ റിസോർട്ടിലോട്ട് പോയിരിക്കാണ് എന്ന കാര്യം പറയുന്നു. അപ്പൊ ഇവിടെ റേച്ചല് മോയെയും കൂട്ടിക്കൊണ്ട് അവരുടെ ആ ഒരു റിസോർട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവൻ കോമയിലാണ് എന്നാണല്ലോ ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫൊക്കെ മാഡം ബോസിനോട് എന്ത് സ്നേഹമാണ്, ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, മാഡത്തിന് വേറെ ആരെങ്കിലും കിട്ടുന്നതായിരിക്കും നല്ലത്, ഏറ്റവും ബെറ്റർ മിസ്റ്റർ മൂ ആയിരിക്കും എന്നൊക്കെ പറയുന്നു. റേച്ചല് അതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കാത്ത ഭാവത്തില് ലിഫ്റ്റിലേക്ക് കയറുന്നു. അതേപോലെ തന്നെ മോയും അവര് പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞത് കേട്ടില്ലേ, നിന്നോട് ലവനെ പോയി കേട്ട എങ്ങനെ സാധിക്കുന്നു ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ എന്നൊക്കെ പറഞ്ഞ് അവർ കിടന്ന് ദേഷ്യപ്പെടാണ്. ഒരുവിധമാണ് ലിഫ്റ്റ് ഓപ്പൺ ആവാൻ പോകുന്നത് കൊണ്ട് റേച്ചൽ അവനെ സമാധാനിപ്പിച്ച് ഇരുത്തുന്നത്. പക്ഷെ ഇവരുടെ അതേ ലിഫ്റ്റിലോട്ട് കയറാൻ നിൽക്കുന്നത് മറ്റാരുമില്ല, ഇയാള് തന്നെയാണ്. വന്ന ഉടനെ തന്നെ ഇയാള് റേച്ചലിനോട് ഒരു പുരുഷ ശബ്ദം ഇതിന്ന് കേട്ടല്ലോ, ആരാ ഇവിടെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ റേച്ചല് അത് ഞാൻ ഫോണില് വീഡിയോ കണ്ടതാണെന്ന് പറയുന്നു. പക്ഷെ ഇയാള് ആ ഒരു സമയത്ത് മോയുടെ വിരലുകള് ഷേക്ക് ആവുന്നത് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് ഇവളോട് അല്ല ഇപ്പൊ എന്തിനാ മോയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ റേച്ചല് അത് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നാല് ഉടനെ തന്നെ മോ റിക്കവർ ആവാൻ ചാൻസ് ഉണ്ടെന്നാ, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോ ഇയാള് അതൊന്നും നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ നീ നല്ല സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, നമ്മളെ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പലതും നേടാൻ സാധിക്കും എന്ന് പറയുമ്പോ ഇവള് ഞാൻ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ മറ്റെന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്, ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ കമ്പനി ഇപ്പോ വളരെ നഷ്ടത്തിലാണെന്നാ, സോ അതിനെന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മോയും കൂട്ടിക്കൊണ്ട് ഇവള് പോകുന്നു. ഇവരിങ്ങോട്ട് എത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്തായാലും മൂ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ തീർച്ചയായും അവൻ ഇവിടെ വെച്ച് മോയെ കൊല്ലാൻ ശ്രമിക്കുമല്ലോ. സോ അത് പ്ലാൻ ചെയ്താണ് ഇവര് വന്നിരിക്കുന്നത്. അങ്ങനെ അന്ന് നൈറ്റ് അവര് കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഫയർ അലാറം അടിക്കാണ്. അവിടെ എന്തോ തീ പിടിച്ചു എന്നാണ് ഇവര് രണ്ടുപേരും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് റൂമിന് വെളിയിലേക്ക് വരുമ്പോ അവിടെ മൂ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവരെ പുറത്തു കൊണ്ടുവരാനും അവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനുമുള്ള ഇയാളുടെ പ്ലാൻ ആയിരുന്നു അത്. ശരിക്കും അവിടെ തീയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതേ സമയം തന്നെ ഇവൾക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. പക്ഷെ ആദ്യം അവൾക്കത് മനസ്സിലായില്ല. പക്ഷെ പിന്നീടാണ് അവള് പ്രഗ്നന്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യം മോയോടും പറയുന്നു. അവനും അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. രണ്ടുപേരെയും ഞാൻ ഉടനെ തന്നെ പരലോകത്തോട്ട് അയക്കും,
പക്ഷെ നിനക്ക് ഞാനൊരു ചാൻസ് തരാം, നീ എന്റെ കൂടെ വരുന്നോ എന്ന് പറഞ്ഞിട്ട് റേച്ചലിനെ വിളിക്കുന്നു. പക്ഷെ അവള് പോവാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാള് അയാളുടെ ആളുകളെ വിളിപ്പിച്ച് ഇവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് പറയുന്നു. പക്ഷെ മോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവന്റെ ആളുകൾക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ മോ അവരെല്ലാം അടിച്ചു താഴെ ഇടുന്നു. എന്നാൽ അതേ സമയം തന്നെ അങ്ങോട്ട് മോയുടെ അമ്മയും അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു മുത്തശ്ശനും ഒക്കെ എത്തുന്നു. ഈ കസിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കാനായിട്ട് റേച്ചലും മോയും ഇതിനു മുന്നേ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതില് അയാള് കുടുങ്ങിയതാണ്. ഇപ്പോ ഇയാളുടെ തനി നിറം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഇയാളെ വിചാരിച്ചിരുന്നത് സത്യത്തില് ഇയാളെ ആർക്കും ഇഷ്ടമല്ല, മുത്തശ്ശന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോയാണ്, അവന്റെ പേരിലാണ് സ്വത്തുക്കളെല്ലാം എഴുതി വെക്കാൻ പോകുന്നത് എന്നൊക്കെ ആയിരുന്നു. പക്ഷെ മുത്തശ്ശന് ഇയാളെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്നലെ മുതലേ പാരന്റ്സ് ഒന്നും ഇല്ലാതെ വളർന്നതാണല്ലോ. മാത്രമല്ല സ്വത്തുക്കളെല്ലാം മുത്തശ്ശൻ ഇയാളുടെ പേർക്കാണ് എഴുതി വെക്കാൻ ഉദ്ദേശിച്ചതും. അതൊക്കെ ഇപ്പൊ ഇയാൾ അറിയുമ്പോ അയാൾ ഒരുപാട് സങ്കടത്തിലാവുന്നു. പെട്ടെന്ന് തന്നെ അയാൾ മുത്തശ്ശനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവനിങ്ങനെ കൂടെ നിന്ന് ചതിച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശൻ അവനെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇവര് പുതിയ ഒരാളെ കൂടി വെയിറ്റ് ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല വളരെ കെയറോട് കൂടിയാണ് മോ ഇപ്പോ റേച്ചലിനെ കൊണ്ടു നടക്കുന്നത്. എന്നാൽ അതൊന്നും തന്നെ ഈ മിയയ്ക്ക് തീരെ സഹിക്കുന്നില്ല. ഇവളെ പോലെ പാപ്പരാസി ആയിരിക്കാണ്. അതുകൊണ്ട് തന്നെ റേച്ചലിനെ ഇവളെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവളുള്ള സ്ഥലത്തേക്ക് പോവാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ മോ അങ്ങോട്ടേക്ക് വന്ന് അവളെ പിടികൂടുന്നു. പക്ഷെ റേച്ചല് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. CCTV പരിശോധിക്കുമ്പോഴാണ് അവളെ ആരോ ഫോളോ ചെയ്യുന്നത് ഇവൻ കാണുന്നത്. ഇവളുടെ അടുത്ത് മോ അത് ആരാണ് റേച്ചലിനെ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവള് പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അത് മറ്റാരും ആയിരുന്നില്ല, ലീ തന്നെയായിരുന്നു. ഇവനിപ്പോ റേച്ചലിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് മോയെ വിളിച്ച് അവന് പൈസ വേണം, അതേപോലെ തന്നെ അവനെ സേഫ് ആയിട്ട് അബ്രോഡ് എത്തിക്കണം, എങ്കിൽ മാത്രമേ ഇവളെ വിടൂ എന്ന് പറയുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മോയും അങ്ങോട്ട് എത്തുന്നു. ഇവൻ എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം, അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ലീ മോയോട് ഒരു 100 മില്യൺ ചോദിക്കുന്നു. മോ അത് തരാം, പക്ഷെ അവളെ മാത്രം ഒന്നും ചെയ്യരുത്, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ലീവനോട് നിനക്ക് നിന്റെ വൈഫിനോട് അത്രയ്ക്ക് ഇഷ്ടമാണോ, എങ്കിൽ പിന്നെ എനിക്ക് അതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മോയ്ക്ക് നേരെ എറിഞ്ഞു കൊടുത്തിട്ട് അവനോട് അവന്റെ കൈ മുറിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോ റേച്ചല് മോയോട് നീ അത് ചെയ്യരുത്, ഇവൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും മോ റേച്ചലിന് വേണ്ടി അവന്റെ കൈ കട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ ഇവള് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവന് നല്ലത് കൊടുക്കുന്നു. അപ്പോ മോയും അങ്ങോട്ടേക്ക് വന്ന് ലീക്ക് നല്ലത് കൊടുക്കുന്നു. സോ അവൻ അവിടെ ബോധം പോയി വീഴാണ്. അപ്പോ റേച്ചല് മോയോട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ബ്ലീഡിംഗ് ആയതുകൊണ്ട് തന്നെ അവൻ ബോധം പോയി വീഴുന്നു. ഇവൾക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനാവുന്നില്ല. ആ ഒരു സമയത്തെല്ലാം അവനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളാണ് ഇവളുടെ മനസ്സ് മുഴുവൻ. അങ്ങനെ അതിനുശേഷം ഇപ്പൊ നമ്മൾ 1 വർഷം കഴിഞ്ഞാണ് കാണുന്നത്. ഇപ്പോ അവരോടൊപ്പം ഒരു കുഞ്ഞു ബേബിയുണ്ട്. ആ ഒരു കമ്പനി ഇപ്പോ നോക്കി നടത്തി അതിന്റെ ചെയർമാൻ സ്ഥാനത്തുള്ളത് റേച്ചല് തന്നെയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കൈപിടിച്ച് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.